ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുഞ്ഞു കുട്ടികളെ എങ്ങനെ നല്ല കിടിലായിട്ട് ഹെയർ കട്ട് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മോൾക്ക് 2 വയസ്സാണ്. അപ്പോൾ 2 വയസ്സായിട്ടുള്ള പിള്ളേരുള്ള അമ്മമാർക്കൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. അപ്പോൾ മുടി വെട്ടാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള സംഭവങ്ങൾ എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ചീപ്പും അതുപോലെ തന്നെ ഒരു കത്രിക വേണം കേട്ടോ. നല്ല മുറിച്ചുള്ള കത്രിക വേണം. അതുപോലെ തന്നെ ചീർപ്പ് നല്ല അടുപ്പുള്ള ടീത്തുള്ള ചീർപ്പ് വേണം. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക വെട്ടാനായിട്ടും ഒക്കെ. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മുടി നല്ലപോലെ ഈരുക, എന്നിട്ട് ചെട കളയുക. കാര്യം മുടി തുമ്പത്തിരി നീട്ടം വെക്കുമ്പോൾ എല്ലാവരും വലിയവരുടെ ആയാലും ചെറിയ ആൾക്കാരുടെ ആയാലും നമുക്കറിയാം ചെട കുത്തും. ഇപ്പം കിടക്കുമ്പോൾ ബാക്കിലത്തെ മുടിയാണ് കൂടുതൽ ചെട കുത്തുക. അപ്പോൾ പിടിച്ചിരുത്താനൊക്കെ ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. അപ്പോൾ എന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇരുത്തുക. ഞാൻ കൂടുതലും ഞാൻ തന്നെയാണ്. പ്രത്യേകിച്ച് അവർക്ക് നമ്മുടെ അടുത്തൊരു സ്വാതന്ത്ര്യവും ഒരു എന്താ പറയുക പേടി കുറവും ഒക്കെ ഉണ്ടാവും നമ്മൾ അമ്മമാരാകുമ്പോൾ. പിന്നെ ഞാൻ കൂടുതലും ഫ്രണ്ട് ഭാഗം ചിലപ്പോൾ ഒക്കെ എടുക്കുമ്പോഴൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഉണരുന്നേക്കാളും മുന്നേ ഫ്രണ്ടൊന്ന് വെട്ടും. അതിനുശേഷം ഉണർന്നതിന് ശേഷം കുളിക്കണേക്കാളും മുന്നേ ആയിട്ട് ബാക്കിയെല്ലാം വെട്ടും. അങ്ങനെ ചെയ്യാറ്. ഇവിടെ ഇപ്പോൾ കുളിക്കണേക്കാൾ മുന്നാണ് ഞാൻ ചെയ്യുന്നത്. ബാക്കിൽ ഇങ്ങനെ ഒപ്പത്തിൽ ഈരി പിടിച്ചിട്ട് നല്ല കത്രി കൊണ്ട് നല്ലപോലെ ഒന്ന് വെട്ടുക, ലൈൻ നോക്കിയിട്ട് അങ്ങോട്ട് വെട്ടുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രേറ്റ് കിട്ടും കേട്ടോ. അതേ മോളിതേ ഇനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. നമുക്കറിയാലോ നമ്മുടെ മക്കളെ പിടിച്ചിരുത്താൻ, ചോക്ലേറ്റ് തരാമെന്നോ എവിടെയെങ്കിലും പോകാമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് പിടിച്ചിരുത്തുക. അവിടെ ചേച്ചിയും ചേട്ടനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കൂടുതലായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വെട്ടുമ്പോഴത്തെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കാര്യം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ സമയത്തേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എത്ര പറഞ്ഞാലും ആ ഒരു വെട്ടീൻ്റെ ആ ഒരു രീതിക്കാവും കെടുക്കുക. ചിലപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും, ഇല്ല എന്നല്ല. പക്ഷെ എന്നാലും ആ ഇപ്പോൾ വെട്ടിയുള്ളൂ എന്നുള്ളത് മനസ്സിലാവണ പോലെ ആയിരിക്കും. നമ്മൾ വെട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാകത്തിന് വെട്ടാനായിട്ട് പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മുടി തലയിൽ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. തുമ്പൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കി ഇച്ചിരി ഒരു തലയിൽ ഒരു ഇച്ചിരി കട്ടിക്കിരിക്കുമ്പോൾ അവർക്കതൊരു പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വീഴുക, മഴ ഒക്കെ എന്തെങ്കിലും ആകുമ്പോൾ പെട്ടെന്ന് തലയിലേക്ക് ഏൽക്കാണ്ടിരിക്കാനൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തല വല്ലയിടത്തും തട്ടുവാണെങ്കിൽ പെട്ടെന്ന് വേദനില്ലാണ്ടിരിക്കാനും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ കുറച്ച് ഉള്ള രീതിക്ക് വെക്കുക. അതായത് എക്സ്ട്രാ വന്നതൊക്കെ കട്ട് ചെയ്ത് ഒരു ഹിപ്പി പോലെ, അതാണ് എനിക്കിഷ്ടം. ഞാൻ എങ്ങനെയാണ് വെട്ടുന്നത്, ജസ്റ്റ് ഒന്ന് ഈരുക. എവിടെ വരെയാണോ നമുക്ക് വേണ്ടത് അവിടെ വെട്ടുക. ആ ലൈനിന് നേരെ തന്നെ അടുത്ത പോർഷൻ വെട്ടുക. അങ്ങനെയാണ് വെട്ടുന്നത്. അപ്പോൾ കുട്ടി കൊഞ്ചിയൊക്കെ തുടങ്ങിയിട്ടാണ്. പക്ഷെ അപ്പോൾ ഇവിടെ ക്യാമറ ഓണായി വെച്ചിട്ടുള്ള കാരണമാണ് ആൾ കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ കാണിച്ചു തരില്ല. എന്തായാലും അങ്ങനെയില്ല. ഫ്രണ്ട് ഭാഗം വെട്ടുമ്പോൾ ആർക്കും അത്ര ഇഷ്ടപ്പെടില്ല. നമുക്കായാലും കണ്ണിലേക്ക് പോവും മൂക്കിലേക്ക് പോവും ഒക്കെ പ്രശ്നമാണ്. കണ്ണടച്ചിരിക്കാൻ ഞാൻ പറഞ്ഞു നോക്കി, ആള് ഇരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മൂത്ത ആൾക്കൊക്കെ ഞാൻ വെട്ടുമ്പോൾ ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ ആവണ സമയത്തൊക്കെ 2.5 വയസ്സൊക്കെ ആ സമയത്ത് മനസ്സിലാവാത്ത പ്രായമല്ലേ, ആ സമയത്ത് ഞാൻ ഫോൺ കൊടുത്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങളിൽ മാത്രം ഫോൺ കൊടുക്കും, അല്ലാണ്ട് കൊടുക്കില്ല അങ്ങനെ. പക്ഷേ കുഞ്ഞുമോള് എന്ന് പറഞ്ഞിടത്തോളം ഫോൺ ചെറുതായി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അത് ആയിപ്പോയാലോ ശീലമായിപ്പോയാലോ വെച്ചിട്ട് തീരെ ഫോൺ കാണിക്കാറില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫോൺ കൊടുക്കാത്തത്. അതല്ലാതെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സംഭവം കൊടുത്താൽ അവരിരുന്നോളും. ഫ്രണ്ടിലത്തേക്ക് മുടി സുഖമായിട്ട് വെട്ടാനായിട്ട് പറ്റും. നമ്മളെപ്പോഴും അങ്ങനെ ബാർബർ ഷോപ്പിൽ വേണ്ടി ക്യൂ നിൽക്കണമെന്നില്ല. നമുക്കെപ്പോഴും പോവാനായിട്ട് എളുപ്പമാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ അത് മുടി വീഴേണ്ടത് പറഞ്ഞിട്ട് ഊതാൻ വേണ്ടി വന്നാട്ടോ മോൻ. ഊതിയിട്ട് കാര്യമില്ല, എന്തായാലും താഴേക്ക് തന്നെ വീഴുക. കാര്യം കുഞ്ഞു കുഞ്ഞു മുടികളല്ലേ. അപ്പോൾ നമ്മളത് കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ കുളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, മോളെ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുമിച്ചാണ് കുളിപ്പിക്കൽ. അപ്പോൾ കണ്ണിലൊക്കെ ആയിട്ട് ഇപ്പോൾ ആൾക്ക് മടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും വരുന്നത് വരും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും സുന്ദരി ആവാനാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ സെറ്റായിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആൾ നോക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സൈഡ് ഫ്രണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് ഫ്രണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ അറിയില്ല. കാണിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഫ്രണ്ട് വെട്ടുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടില്ല ആൾക്ക്. ഞാൻ വെട്ടുമെന്നാലും
അപ്പം അത് ജസ്റ്റ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് നോക്കിയാൽ മതി കേട്ടോ. എനിക്ക് നല്ലോണം കയറ്റേണ്ടതും ഇഷ്ടമില്ല, പുരികത്തിൻ്റെ അവിടേക്ക് ആവുന്നതും ഇഷ്ടമില്ല. ഇത്തിരി നെറ്റി കാണണം, ആ ഒരു ലെവലിലാണ് എനിക്കൊരിഷ്ടം. അപ്പോൾ ആദ്യം കുറച്ച് നാൾ ഒന്ന് നല്ല വൃത്തിയിൽ ഒതുങ്ങി കിടക്കും ചെയ്യും, പിന്നെ അങ്ങോട്ട് അവർക്ക് ആ ഒരു രസത്തിൽ ഇടും ചെയ്യാം അങ്ങനെ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുത്തി ഞാൻ മട്ടി. എന്നാലും കുട്ടികൾക്ക് വേണ്ടിയല്ലേ, പിന്നെ അവർക്ക് ഇഷ്ടമാണ്. ആക്ച്വലി നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ആരാണ് വെട്ടിയെന്ന് ചോദിക്കുമ്പോൾ അമ്മയെ വെട്ടിയെന്ന് പറയുമ്പോൾ നമുക്കും ആ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്, നമ്മുടെ പിള്ളേരെ നമ്മൾ വെട്ടി കൊടുക്കണം. അതുപോലെ തന്നെ അവർക്കും നല്ല ഇഷ്ടമാണ്. സ്കൂളിലൊക്കെ പോകുമ്പോൾ മോൾക്ക് ഈ പറഞ്ഞ പോലെ വെട്ടിയിട്ടൊക്കെ പോകുമ്പോൾ വെട്ടിയെന്ന് മനസ്സിലാവുമല്ലോ വെട്ടിയെന്ന്. അപ്പോൾ അമ്മയെന്ന് പറയുമ്പോൾ മോൾക്ക് അവരൊന്നും അങ്ങനെ എല്ലാം ചെയ്യില്ല എന്ന് പറയുമ്പോൾ മോളിവിടെ വന്നിട്ട് പറയും അവരൊന്നും വെട്ടില്ല അമ്മേ, അവരുടെയൊക്കെ ബാർബർ ഷോപ്പിൽ പോയിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ഭയങ്കര പ്രൗഡില് എൻ്റെ അമ്മയെ വെട്ടിയെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ മക്കളിൽ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലൊരു ഇഷ്ടമല്ലേ, നമുക്ക് വലുതാകുമ്പോഴൊക്കെ നല്ലൊരു രസമാണ്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സൈഡ്. അപ്പുറത്തെ സൈഡും കൂടിയും ഒരു കുറച്ചുള്ളൂ, അതും കൂടി കഴിഞ്ഞാൽ ഇത് ഒരു വിധത്തിൽ പിടിച്ചിരുത്താണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്കറിയാം. ഇത് കണ്ടോ, ഈ ഒരു അറ്റം കൂടി ഉള്ളൂ, അത് ജസ്റ്റ് ഒരു പ്രാവശ്യം ഇരുന്ന് കഴിഞ്ഞാൽ സെറ്റാവും. ഞാനിത് ഈ ഒരു പോർഷൻ ഇതോടുകൂടി വിട്ടാണ്. ഇത് ആക്ച്വലി സെൽഫിയിൽ കാണുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സൈഡ് മാറിയിരിക്കുന്നത്. നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വെട്ടിയാൽ മതിയാവും. പിന്നെ എപ്പോഴും വെട്ടണ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുടിയിൽ ഓയിൽ ഇല്ലാണ്ടിരിക്കുക. ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് കത്രിക കട്ട് ചെയ്യാനായിട്ട് സെറ്റാവില്ല, അപ്പം അതൊന്നും ശ്രദ്ധിക്കുക. കൂടാതെ ഇപ്പം തീരെ ഓയിലില്ലാത്ത മുടിയാവുമ്പോൾ നമുക്ക് കെട്ടാവണ പോലെ തോന്നുവാണെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കുകയോ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ഇത് വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതേ മോളും ഞെട്ടി പോയിട്ടോ, എത്ര പ്രതീക്ഷയില്ല ആള്. നല്ല സൂപ്പറായി. വെട്ടിക്കൊടുക്കുമ്പോൾ തന്നെ അവർക്കൊരു കാറ്റും ഒക്കെ തട്ടുമ്പോൾ ഒരു ഉഷാറാവും കേട്ടോ അവർ മൊത്തത്തിൽ. അപ്പോൾ അവർ ബാക്കിയുള്ളത് കാണിച്ചു തരും. ഇതിപ്പോൾ മുടിയൊക്കെ വീണ് ആകെ അലങ്കോലായല്ലോ. ഞാൻ കൂടുതലും ബാത്റൂമിൽ വെച്ചിട്ട് അപ്പം തന്നെ ചെയ്യാറ് കുളിക്കണോട് കൂടിയിട്ട്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടായപ്പോൾ മോൾക്കൊരു ഇഷ്ടം, അതാണ്. കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷനായി നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയത് ഒരു നല്ലതല്ലേ. അപ്പോൾ അതേ ഇവിടെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സൈഡൊക്കെ ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതേ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേ ഈ ഒരു സൈഡ് പിന്നെ നമുക്ക് ബാക്കിൽ വേണമെങ്കിൽ ട്രിം ചെയ്ത് ബാക്കിലൊന്ന് വടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ വടിച്ചെടുത്ത മോള് കാണിച്ചു തരില്ല, അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല, ജസ്റ്റ് വെട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ ഫ്രണ്ട് ഭാഗവും സൈഡും ഒക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഈ ഒരു സ്റ്റൈലിലാണ് കേട്ടോ സെറ്റാക്കാറ്. അപ്പോൾ എല്ലായിടത്തേക്കും മുമ്പ് പെട്ടെന്ന് ഈടും ചെയ്യാം, നല്ല സ്റ്റൈലായിട്ട് കിടക്കുകയും ചെയ്യാം. ഹെയർ കട്ട് വീഡിയോ ഇതേ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല മോളായിട്ടുണ്ടോ എന്ന്, ചുഞ്ചിരി മോളായിട്ടുണ്ടോ എന്ന് നിങ്ങളെല്ലാവരും പറയണം കേട്ടോ. അപ്പോൾ ഒക്കെ വെട്ടിയതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ചുന്തിരിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ചിക്കോ, തലമുടി ബാക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ചിക്കോ. അതെ, ബാക്കൊക്കെ ജസ്റ്റ് ഇത് ഇങ്ങനെ വെക്കുക, ഇതിങ്ങനെ നേരെ നോക്കുക, അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് തന്നെ വെട്ടിക്കൊടുക്കാം. ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ വിട്ടുപോകരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.